ചൈനയ്ക്ക് വേണ്ടി ചാരവൃത്തി ചെയ്ത ന്യൂസ് ക്ലിക്കിന്റെ ഓഫീസുകളിൽ റെയ്ഡ് നടന്നു. അത് നേരത്തെ നടന്നതാണ്. അതെ, അവരുടെ പണം കണ്ടുകെട്ടുകയും ചെയ്തു. ഇപ്പം 184 കോടി രൂപ 184 കോടി രൂപ അവർക്ക് പിഴ നിശ്ചയിച്ചുകൊണ്ട് ഉത്തരവായിട്ടുണ്ട്. വസ്തുവകളൊക്കെ നേരത്തെ കണ്ടുകെട്ടി. പക്ഷേ ഇപ്പോഴത്തെ എന്താണെന്ന് വെച്ചാൽ 184 കോടി രൂപ പിഴ നിശ്ചയിച്ചേക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫെമ ലംഘനവും ഫെറാ ലംഘനവും നടത്തി വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിച്ചതിൻ്റെ എവിഡൻസ് എല്ലാം ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തെളിവുണ്ട്. ആ ഫണ്ട് കൊടുത്തത് ആരാണെന്നറിയാം, എന്തിനു കൊടുത്തു എന്നും അറിയാം. കൊടുത്ത കക്ഷിയുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വലിയൊരു ഇതാണ്, സിംഘം തന്നെയാണ്. നെവല്ലി റോയ് സിംഘം എന്ന് പറയുന്ന ഒരു അമേരിക്കൻ മൾട്ടി മില്യനെയറാണ് ഇവർക്ക് പൈസ കൊടുത്തുകൊണ്ടിരുന്നത്. അയാൾ എന്തിന് കാശ് കൊടുത്തുകൊണ്ടിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയ്ക്ക് വേണ്ടി ചാരവൃത്തി നടത്തി ഇന്ത്യയിൽ പ്രവർത്തിക്കാനും ചൈനയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഒപ്പം ഇന്ത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ആഭ്യന്തരമായ കലഹങ്ങൾ ഉണ്ടാക്കാനും നേതൃത്വം കൊടുക്കുക എന്നതായിരുന്നു ഈ ന്യൂസ് ക്ലിക്ക് എന്ന മാധ്യമത്തിലൂടെ ഇവർ തുടങ്ങി വെച്ചത്. അതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. 2009 ഈ ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ഇത് തുടങ്ങുന്നത്. പ്രബീർ പുരകായസ്ഥ അദ്ദേഹം IIT പാസ്സായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ ഒന്നും ഒരു കുറവും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജന്മനാ സ്വഭാവം അനുസരിച്ചിട്ടായിരിക്കണം അദ്ദേഹം ഇന്ത്യ വിരുദ്ധനാണ് എന്ന് മാത്രമല്ല പ്രോ ചൈനീസാണ്. പ്രോ ചൈനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിൽ നടന്ന വിപ്ലവങ്ങളെപ്പോലെയുള്ള വിപ്ലവങ്ങൾക്ക് വേണ്ടി ഇന്ത്യയെ പാകപ്പെടുത്തിയെടുക്കണമെന്നായിരുന്നു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു 73 വയസ്സുണ്ട്. അദ്ദേഹം JNUവിലൊക്കെ പഠിച്ചിരുന്ന കാലത്തും IITയിൽ പഠിച്ചിരുന്ന കാലത്തുമൊക്കെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇതിനു വേണ്ടി ഇന്ത്യയെ പാകപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ഈ ജവഹർലാൽ നെഹ്റു സർവകലാശാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് അതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സംഘമാണ്. കാരണം അവർ വ്യത്യസ്തരായ ഒരു വിഭാഗമാണെന്നും അവർ വിപ്ലവകാരികളാണെന്നും മറ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളല്ല ചൈനയിലുണ്ടാക്കിയിട്ടുള്ള മാവോ സേതൂങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ചൈനയിൽ രൂപപ്പെട്ടു വന്ന കമ്മ്യൂണിസത്തിന് അടിസ്ഥാനമാക്കിയ ഒരു സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാകണമെന്ന് വിശ്വസിച്ചിരുന്ന ഒരുപാട് പേര് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന കാലത്ത് അവിടെ പഠിക്കുകയും അതിലൊരാളായിട്ട് ഇയാൾ മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹമാണ് ഈ ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ഈ സ്ഥാപനം തുടങ്ങിയത്. അദ്ദേഹം ഡൽഹിയിൽ അതിന് മുൻപ് ഇദ്ദേഹം സയൻറ്റിഫിക് സൊസൈറ്റി തുടങ്ങിയിരുന്നു. ഡൽഹി സയൻറ്റിഫിക് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ശാസ്ത്ര തത്വങ്ങൾ പ്രചരിപ്പിക്കാനും യുക്തിബോധം ആളുകളിൽ വളർത്തുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കലായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ഒരു യൂറോസെൻട്രിക് ആയിട്ടുള്ള റാഷണലിസം പ്രചരിപ്പിക്കുന്നതും അതിൻ്റെ ഭാഗമായിരുന്നു. എന്ന് വെച്ചാൽ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ യൂറോപ്പിൻ്റേത് മാത്രമാണ്, യൂറോപ്പിൻ്റേതല്ലാത്തതൊന്നും വിജ്ഞാനമല്ല എന്ന് വിശ്വസിച്ചിരുന്നവരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഗീതാ ഹരിഹരൻ എന്നാണ്. ഇദ്ദേഹം CPIMൻ്റെ മെമ്പറായിരുന്നു. അപ്പോൾ CPIMുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും വേറെ രണ്ട് പേര് കൂടി ഇതിനകത്തേക്ക് വന്നു. അപ്പോൾ ഇതിനുണ്ട് ഫണ്ട് മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആരാണ്? ഈ നെവല്ലി റോയ് സിംഘമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങിയിട്ട് അയാൾ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യുക എന്നതാണ് ഈ വിപ്ലവകാരികൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ 2 പേര് കൂടി ചേർന്ന്, അതാരൊക്കെയെന്ന് വെച്ചാൽ ഇത് ബപ്പാദിത്യ സിൻഹ എന്ന് പറയുന്ന ഒരാളും, അദ്ദേഹം CPMൻ്റെ IT സെല്ലിൻ്റെ ചീഫാണ്, ഓൾ ഇന്ത്യ ചീഫാണ്. IT സെല്ലിൻ്റെ ചീഫായിരുന്നുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുകയും അതിൽ CPMൻ്റെ താത്വിക അവലോകനങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പണി എടുത്തിരുന്ന ഒരാളുടെ പേരാണ് ബപ്പാദിത്യ
സിൻഹ എന്ന് പറയുന്നത്, അദ്ദേഹം 52 ലക്ഷം രൂപ സ്വീകരിച്ചതിന് തെളിവുണ്ട്. ബാക്കിയുള്ളതിന് തെളിവ് കിട്ടിയിട്ടില്ല, തെളിവ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 52 ലക്ഷം പ്രൊസീഡ്സ് ഓഫ് ക്രൈം സ്വീകരിച്ചു. അതാണ് ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണത്തിൻ്റെ വിഹിതത്തെയാണ് ഈ പ്രൊസീഡ്സ് എന്ന് പറയുക. പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന്. ആ പ്രൊസീഡ്സ് ഓഫ് ക്രൈം അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അത് 52 ലക്ഷമാണ്. ഇദ്ദേഹം സ്ഥിരമായിട്ട് പീപ്പിൾസ് ഡെമോക്രസി എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഒരു ഇംഗ്ലീഷ് പ്രസിദ്ധീകരണമുണ്ട്, അതിലെ റെഗുലർ കോൺട്രിബ്യൂട്ടറാണ്. സ്ഥിരമായിട്ട് അദ്ദേഹം അതിനകത്ത് ലേഖനങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കും. ഇത് കൂടാതെ ഇദ്ദേഹം ഈ ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഷെയർ ഹോൾഡറുമാണ്. അത് കാശും മുടക്കിയിട്ടുണ്ട്. ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു പേരിനാണ്, കാരണം കാശ് മറ്റേയാൾ കൊടുക്കുന്ന കാരണം ഇവരൊരു പേരിന് ഒരു കമ്പനിയൊക്കെ ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇദ്ദേഹത്തിനും നല്ല വിദ്യാഭ്യാസമുണ്ട്. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ PhD ഉണ്ട്. പബ്ലിക് ഹെൽത്തിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. എന്ന് മാത്രവുമല്ല, ഇദ്ദേഹം നീതി ആയോഗിൻ്റെ ഡാറ്റ അനലിറ്റിക് ഗ്രൂപ്പിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഇതാണ് ഈ പറഞ്ഞ അയാളുടെ ബാക്ക്ഗ്രൗണ്ട്. ഇയാളും കാശ് സ്വീകരിച്ചിട്ടുണ്ട്. അടുത്ത ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതം നവലേഖ എന്നും പറയാം, നവലാഖ എന്നും പറയാം. 2 തരത്തിലുള്ള പ്രൊനൗൺസിയേഷൻ, ഈ സ്പെല്ലിങ്ങും ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നവലേഖ എന്ന് തന്നെ പറയാം. അദ്ദേഹം ഗൗതം നവലേഖ. അദ്ദേഹം പത്രപ്രവർത്തകനാണ്. ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയുടെ കണ്ടൻറ് ക്രിയേറ്ററാണ്. നിസ്സാര കക്ഷിയല്ല. അതിൻ്റെ കൺസൾട്ടൻറ്റുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് വെച്ചാൽ ഇന്ത്യ അലമ്പാണ്. അതാണ് ഒന്നാമത്തെ തിസീസ്. ഏറ്റവും നല്ലത് ചൈനയാണ്. ആ ചൈനയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് സ്വീകരിച്ചിട്ടുള്ള വികസന മാർഗത്തിൻ്റെയും പ്രവർത്തന മാർഗവുമാണ് അഭികാമ്യം എന്ന നിലക്ക് ഉള്ള കണ്ടൻറ് ഉണ്ടാക്കിയിട്ട് അത് ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയിലൂടെ പ്രചരിപ്പിക്കുക എന്ന ദൗത്യമാണ് ഇദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹവും ഇതിനകത്ത് ഷെയർ ഹോൾഡറായിട്ട് ചേർന്ന്. ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസത്തോടാണ് പുള്ളിക്ക് കൂടുതൽ താല്പര്യം. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി അതിനകത്തൊക്കെ പോയിട്ട് ഇത് ചെയ്യുന്ന ഒരാളാണ്. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് 2018 ഭീമ കുറേ ഗോവൻ വയലൻസ് ഉണ്ടല്ലോ പൂനെയിൽ നടന്ന, അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലിവർക്ക് എല്ലാവർക്കും ബന്ധമുണ്ടായിരുന്നു. അവിടെ മുതലാണ് ഇവരെക്കുറിച്ചുള്ള അന്വേഷണം വന്നതും ആ അന്വേഷണമാണ് ന്യൂസ് ക്ലിക്കിലെത്തുന്നതും ആ ന്യൂസ് ക്ലിക്കിലാണ് ഇവരുടെ വിദേശത്തേക്കുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ എത്രയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള വിജ്ഞാനം നമ്മുടെ നാട്ടിൽ പ്രചരിച്ചു വന്നതും അങ്ങനെയാണ്. അപ്പോൾ ആരൊക്കെ കൂടിയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്? 4 പേര്. ഒന്ന്, കാശ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ മൾട്ടി മില്യനെയർ ആയിരിക്കുന്ന നെവല്ലി റോയ് സിംഘം എന്ന് പറയുന്ന കക്ഷിയാണ്. ഈ നെവല്ലി റോയ് സിംഘം എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ഒന്നുകിൽ ഇത് ഇന്ത്യയുമായിട്ടോ അല്ലെങ്കിൽ സിലോണുമായിട്ടോ ശ്രീലങ്കയുമായിട്ടോ ഏതെങ്കിലും തരത്തിൽ ബന്ധം വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം കണ്ടെത്തിയ ഇതിൻ്റെ കക്ഷിയാണ് പ്രബീർ പുരകായസ്ഥ. ആ പ്രബീർ പുരകായസ്ഥയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അസോസിയേറ്റായിട്ട് നിൽക്കുന്ന 2 പേരെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ആ 2 പേരാണ് ബാപ്പാദിത്യ സിൻഹയും ഗൗതം നവലേഖയും. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടായിരുന്നു ചൈനയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും ചൈനയുടെ മഹത്തായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഇന്ത്യയെ പാകപ്പെടുത്തുക എന്ന ദൗത്യം നിർവഹിച്ചുകൊണ്ട് വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വിദേശത്ത് നിന്ന് ഇവർ പണം സ്വീകരിച്ചത് ഫെമാ ലംഘനവും ഫെറാ ലംഘനവും നടത്തി അതാണ് എന്ന് കണ്ടെത്തിയിട്ടാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആ അറസ്റ്റിനെ തുടർന്നാണ് ഇവരുടെ സ്വത്തുവകകളൊക്കെ കണ്ടുകെട്ടി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇവരുടെ മനുഷ്യാവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ടു എന്നും ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ നടന്ന് പിന്നെ എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണമൊക്കെ നടന്ന് ആ പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം 184 കോടി രൂപ എങ്ങനെ വന്നിരിക്കുന്നത്? 184 കോടി രൂപ പിഴയടിക്കാൻ വേണ്ടി വിധിച്ചേക്കാണ് അത് സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ. അപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നവമാധ്യമങ്ങളുടെ വേദിയിൽ വന്നുകൊണ്ട്
ഇത്തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധരായി പ്രവർത്തിക്കുന്ന എഴുത്തുകാർ, പത്രപ്രവർത്തകർ, ബുദ്ധിജീവികളെന്ന് സ്വയം അവകാശപ്പെടുന്നവർ, അക്കാദമിക വിദഗ്ധന്മാർ, ഇവരെല്ലാവരും തന്നെ വിദേശത്തു നിന്ന് ധനസഹായം സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു വിദേശ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അവിടെയാണ് ഇതിൻ്റെ അപകടം വരുന്നത്. ഇപ്പോൾ ഒരു ചൈനക്കാരൻ ചൈനയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്തൊരു വൈരുദ്ധ്യമുള്ളത് എന്താണെന്നറിയാമോ? ചൈനയിൽ മതസ്വാതന്ത്ര്യമില്ല, പത്രപ്രവർത്തന സ്വാതന്ത്ര്യമില്ല, മനുഷ്യാവകാശ ലംഘനങ്ങൾ അവിടെ ശിക്ഷാർഹമായൊരു കുറ്റമേ അല്ല. ഇതൊന്നുമില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ ആശയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് മനുഷ്യാവകാശ സംരക്ഷണം വേണം, മാധ്യമങ്ങളുടെ സംരക്ഷണം വേണം, അവർക്ക് ചിന്താ സ്വാതന്ത്ര്യം വേണം, എഴുത്തുകാരനുള്ള സ്വാതന്ത്ര്യം വേണം, അഭിപ്രായ സ്വാതന്ത്ര്യം വേണം, മതസ്വാതന്ത്ര്യം വേണം. അതിൻ്റെ വൈരുദ്ധ്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊന്നും കൊടുക്കാത്ത ഒരു രാജ്യം മഹത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആശയം വിദേശത്ത് നിന്ന് ധനസഹായം സ്വീകരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ വരുന്ന സമയത്ത് എന്താ പറയുന്ന, ഞങ്ങൾക്ക് മനുഷ്യാവകാശം വേണം, ഞങ്ങൾക്ക് ഇതാണ്ട് എഴുത്തുകാരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾക്ക് മതസ്വാതന്ത്ര്യം വേണം, ഞങ്ങൾക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം വേണം. അവിടെ ഇതൊന്നുമില്ല. അപ്പോൾ ഈ അവിടെ ഒന്നുമില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഇതെല്ലാം അനുവദിച്ചിട്ടുള്ള ഒരു രാജ്യത്തിരുന്നു കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളാണ് ആരൊക്കെ? ഈ പ്രബീർ പുരകായസ്ഥയും ബാപ്പാദിത്യ സിൻഹയും ഗൗതം നവലേഖയും. ഇവരെല്ലാവരും CPM ആയിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു കാര്യവും നമ്മൾ മറക്കരുത്. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നൊരു കാര്യം, CPMൻ്റെ ഒരു വിഭാഗം തീർച്ചയായിട്ടും വിദേശത്ത് നിന്ന് പണം കൈപ്പറ്റി ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട്. വലിയ സഹായമാണ്, വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം, കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം. ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ IND എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഇടതുവശത്ത് കാണാം. നിങ്ങൾ അതിലൊന്ന് വിരലമർത്തിയാൽ ചാനൽ ഓപ്പണായി വരും. സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും, അവിടെ ഒന്ന് വിരലമർത്തുക. പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെൽ ഐക്കണുണ്ട്, അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം.